എല്ലാവർക്കും വന്ദനം. ഇന്ന് 37 വർഷങ്ങൾക്ക് മുമ്പ് എന്റെ ഏറ്റവും അടുത്ത സ്നേഹിതനായി ഞാനുമായി കണക്റ്റായ, ഞാൻ സിബിച്ചൻ എന്ന് സ്നേഹത്തോടെ വിളിക്കുന്ന പാസ്റ്റർ ടി.എ. എബ്രഹാമും ഞാനും കൂടെ നവി മുംബൈയിലുള്ള നമ്മുടെ ഓഫീസിൽ, അദ്ദേഹം ദീർഘവർഷങ്ങൾ പഞ്ചാബിലായിരുന്നു. ഇന്ത്യയുടെ, നോർത്ത് ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നൂറുകണക്കിന് സഭകൾ സ്ഥാപിച്ചു. എന്റെ അറിവ് ശരിയെങ്കിൽ ആയിരക്കണക്കിന് സുവിശേഷകന്മാരെ, നോർത്ത് ഇന്ത്യക്കാരെ പരിശീലിപ്പിച്ചയച്ച എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ധീര യോദ്ധാവാണ് പാസ്റ്റർ ടി.എ. എബ്രഹാം. പ്രിയപ്പെട്ട സിസ്റ്റർ, അദ്ദേഹം ഇന്ന് എന്നോടൊത്തുണ്ട്. തുടർന്ന് അദ്ദേഹത്തിന്റെ ലൈഫിൽ ഞങ്ങൾ തമ്മിൽ ഒന്നിച്ചുള്ള ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ അനുഭവം താൻ പങ്കിടുവാനായിട്ട് പോവുകയാണ്. നമുക്കത് കേൾക്കാം. നമ്മുടെ 89 പച്ച ചക്കടിക്കാട്, ആലപ്പുഴ ജില്ലയിലെ തകഴിക്കെടുത്തുള്ള പച്ച ചക്കടിക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച് നമ്മുടെ ഭീമറാവത്തിനുണ്ടാണ് 36 വർഷം മുമ്പ്. അപ്പം ബൈബിൾ സ്കൂളിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ ഗ്രാജുവേറ്റ് ചെയ്തിറങ്ങി. ആ സമയത്താണ് മീറ്റിംഗ് നടക്കുന്നത്. എപ്പോഴും ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമായിരുന്നു ആ സമയം എന്ന് പറഞ്ഞാൽ. എന്റെ ജീവിതത്തിലെ ആദ്യത്തെ മിനിസ്ട്രി എക്സ്പീരിയൻസ് ആയിരുന്നു. ടീമിൽ മിക്കവാറും എല്ലാവരും തന്നെ പോയതിനു ശേഷം നമ്മൾ 4 പേരായതിനു ശേഷം സജാനും, ഞാൻ, ജോൺ തോമസ് എന്ന് പറയുമ്പോൾ അദ്ദേഹവും പിന്നെ KC ജോസഫ് ദീർഘവർഷങ്ങൾ ശ്രീലങ്കാതിലെ തമിഴ്നാട്ടിൽ പ്രവർത്തിച്ചു. അപ്പൊ നമ്മള് 4 പേര് ഇരിക്കുമ്പോഴത്തേക്ക് നമ്മളവിടെ ആയിരുന്ന സമയത്ത് ഒത്തിരി ചലഞ്ചുകളുണ്ട്, ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു സാമ്പത്തികമായിട്ട്. എന്നാൽ ആ സമയങ്ങളില് ബുദ്ധിമുട്ടിന്റെ ഒരു വലിയ സംഭവം എന്ന് പറഞ്ഞാൽ ഓർക്കുന്ന ഒത്തിരി അനുഭവങ്ങളുണ്ട്. എന്നാൽ അതിനകത്ത് ഒരു സംഭവം ഞാൻ മിക്കവാറും ആ കാര്യം ഞാൻ ഓർക്കാറുണ്ടായിരുന്നു. എന്റെ വൈഫിനോട് ഞാൻ നേരത്തെ പറയുമായിരുന്നു, എല്ലാവർക്കും അറിയാം ആ കാര്യം എന്ന് പറയുന്നത്. ഒരു ദിവസം നമുക്ക് രാവിലെ ഒന്നും കഴിക്കാനില്ല, യാതൊന്നുമില്ല. ആ വീട്ടിൽ നമ്മൾ താമസിക്കും, ഒന്നുമില്ല നമ്മൾ. അപ്പം പ്രാർത്ഥിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ അച്ചായനുണ്ടോ, വാവച്ചായൻ, കരിക്കപ്പള്ളി വാവച്ചായൻ, അദ്ദേഹം വന്നപ്പോഴത്തേക്ക് ഒരു ചെറിയ സഞ്ചിക്കകത്ത് എന്തോ സാധനം കൊണ്ടുവന്നു. കഴിക്കാനായിരിക്കും പ്രതീക്ഷ. അപ്പം അദ്ദേഹം വന്നപ്പോഴത്തേക്കും നമ്മൾ പെട്ടെന്ന് വാങ്ങിന്ന് തുറന്നു. അതിനകത്ത് നമ്മുടെ ചീമച്ചക്ക എന്ന് പറയുന്നത്, കടച്ചക്ക, അതായിരുന്നു. ചീമച്ചക്ക. ഞാനത് കറി വെച്ച് മാത്രമേ കൂട്ടിയിട്ടുള്ളൂ. പക്ഷെ അപ്പൊ സൈച്ചാൻ പറഞ്ഞു, ആ സ്വോത്രം, നമുക്കിത് ശരിയാക്കാന്ന് പറഞ്ഞ് അദ്ദേഹം പെട്ടെന്ന് തുടിച്ചെത്തിയിട്ട് 4 പീസായിട്ട് മുറിച്ച് പുഴുങ്ങി, ആ പുഴുങ്ങിയത് ഉപ്പ് തേച്ച് കഴിച്ചൊരു അനുഭവം ഓർക്കുന്നുണ്ടോ? ഞാനത് ഒരിക്കലും മറക്കത്തില്ല. കാരണം കേരളത്തിൽ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായത് ഞാൻ ഇന്നും ഓർക്കാറുണ്ട്. എന്റെ വീട്ടിൽ വന്ന് ഞാൻ ആ കാര്യം പറഞ്ഞപ്പോ എന്റെ അപ്പച്ചൻ എന്നോട്, എന്റെ പിതാവ് എന്നോട് വഴക്ക് വന്നു, ഈ ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ എന്തെങ്കിലും മുഴുവനായിരുന്നോ എന്നോട്. അത് ഞാൻ ഇന്ന് ഓർക്കുന്ന ഏതാന്ന് ചോദിച്ചാൽ, വാസ്തവത്തിൽ അവിടെയും കരുതിയൊരു കർത്താവാണ്. അവിടെ നമ്മൾ കരുതി, അല്ലെങ്കിൽ ആ ബുദ്ധിമുട്ടിന്റെ സമയത്ത് ആ വാവച്ചാൻ അതുമായിട്ട് വന്നതും നമുക്കത് തന്നതും നമ്മളത് കഴിച്ചതും. അതൊക്കെ നമ്മുടെ പ്രായം 20-22 വയസ്സാണ്. കരിന്തേലി കഴിച്ചാൽ ദഹിക്കുന്ന പ്രായം. ആ സമയത്താണ് അത് ലഭിച്ചത്. അത് ദൈവത്തിന്റെ ഒരു വലിയ പ്രൊഫഷനാണ്. പിന്നെ അതിനുശേഷം ഇങ്ങോട്ട് എന്തുമാത്രം കഥകളല്ലെ, അനുഭവങ്ങൾ. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഈ നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങളാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് സമയം. അതാണ് നമ്മുടെ ജീവിതത്തിന്റെ ഗ്രിപ്പ് നമ്മളെ പിടിച്ചു നിർത്തിയത് ഈ നോർത്ത് ഇന്ത്യൻ ഇന്ത്യകളിൽ. പാസ്റ്റർ ടി. എബ്രഹാം, ഇങ്ങനെയുള്ള അനുഭവങ്ങളാണ് നമ്മളെ ഇന്ന് പിടിച്ചു നിർത്തുന്നത്. തീർച്ചയായും. അല്ലെ നമുക്ക് തകർന്ന് പതറിപ്പോയി, തെന്നിപ്പോയി, വീണുപോയി. കർത്താവിന്റെ വിശ്വസ്തത. അപ്പം ഏലിയാവിനെ കാക്ക അയച്ചു പോറ്റതുപോലെ അതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു നിലയിലാണ് ഈ ആധുനിക കാലഘട്ടത്തിൽ കർത്താവ് നമ്മളെ നടത്തിയതും പോറ്റിയതും ഇന്ന് പോറ്റുന്നതും. ഇന്ന് ഇതൊക്കെ തന്നെയാണ്. അതിന്റെ നേച്ചറൊക്കെ മാത്രം തന്നെയാണ്. പക്ഷെ ഇന്ന് ഇതുപോലെ തന്നെയാണ് പരിപാലന വിധങ്ങൾ. സ്തോത്രം. കർത്താവ് നല്ലവൻ, വിളിച്ച ദൈവം വിശ്വസ്തൻ, വഴിയിൽ അലിയുവാൻ സമ്മതിക്കാത്തവൻ. വേദനയുണ്ട്, കഷ്ടപ്പാടുകളുണ്ട്, ദുരിതങ്ങളുണ്ട്, ദുരന്തങ്ങളുണ്ട്. ഞാൻ കടന്നു പോകുന്ന തീവ്രമായ വേദനകൾ കൂടെ തന്നെ പോകുന്ന ഒരു ദൈവ മനുഷ്യനാണ് പ്രിയപ്പെട്ട സിബിച്ചൻ പാസ്റ്റർ ടി. എബ്രഹാം.
ദൈവങ്ങളെ, വിളിച്ച ദൈവം വിശ്വസ്തൻ, കൈവിടാത്തത്, തള്ളിക്കളയാത്തത്. നമ്മുടെ ജീവിതമാകുന്ന പടകിനെ മുക്കിക്കളയുവാൻ തക്ക ശക്തിയുള്ള കൊടുങ്കാറ്റുകൾ ആഞ്ഞടിക്കാം, തിരമാലകൾ പൊങ്ങാം, പക്ഷെ മുങ്ങിപ്പോകുക. കർത്താവിനെ ആശ്രയിച്ച് മുമ്പോട്ട് പോകാം. കർത്തൃമേലെയും ക്ഷീണിച്ചിരിക്കുന്ന ആരെങ്കിലും ഞങ്ങൾ കേൾക്കുമെങ്കിൽ വിളിച്ച ദൈവം വിശ്വസ്തൻ. ആ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി മുന്നോട്ട് യാത്ര ചെയ്യാം. ഏത് വെല്ലുവിളികളും ഏത് പ്രതിസന്ധികളും തരണം ചെയ്യുവാനുള്ള കൃപ, ബലഹീനതകളിൽ തെളിഞ്ഞു വരുന്ന അരുമനാഥന്റെ കൃപ ആ കർത്താവ് നമുക്ക് പകരും. മുന്നോട്ട് പോകാം ജയത്തോടെ. ഗോഡ് ബ്ലസ്.